എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ഒരു 30-35 മിനിറ്റിൽ ഈ ക്ലാസ് നിർത്താൻ എന്നൊന്ന് റിമൈൻഡ് ചെയ്യണേ. കാരണം കുറച്ച് ലെങ്ത് ചിലപ്പോ പോയിപ്പോ വലിയൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമുക്ക് അത്രേ സമയമുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഓർപ്പിക്കണം. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരോട്, അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളോട് എല്ലാവരോടുള്ള താങ്ക് യു ആദ്യം തന്നെ പറഞ്ഞു പോകും. നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഇന്നലെ ഞാൻ വീഡിയോയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കൂ എന്ന് പറഞ്ഞപ്പോ അതിനാ താഴെ 2-3 കമന്റ് ചെയ്തിരുന്നു. 1-1 ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല, 1-1 ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല, പിന്നെ എങ്ങനെ അനുഭവം പറയും എന്നൊക്കെ താഴെ യൂട്യൂബിന് താഴെ ആദ്യമായിട്ട് ഞാൻ കമന്റ് ഇടുന്നു. സന്തോഷം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ അറിയുക, കൂടുതൽ കൂടുതൽ ചെയ്യുക, അപ്പോഴാണ് കിട്ടുക. ചിലപ്പോൾ ഒറ്റ പോയിന്റിൽ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ അത് യൂണിവേഴ്സിന്റെ ഒരു തത്വമാണ്. നിങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുക എന്ന് മാത്രമാണ് പറയേണ്ടത്. ഞാൻ അവർക്ക് അവിടെ മറുപടി കൊടുത്തിട്ടില്ല. കാരണം അതൊരു ശരിയല്ല. അവർക്ക് കിട്ടിയില്ലെന്ന് അത് അറിയുന്നത് എനിക്ക് അത് കിട്ടണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഇന്നലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സാറേ, ഇന്നലെ 10-10 ടെക്നിക്ക് 10 മിനിറ്റിനകത്ത് ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞ കാര്യം വളരെ വലുതായതുകൊണ്ട് എങ്ങനെയാ 10 മിനിറ്റ് എഴുതി തീർക്കാൻ? ഞാൻ 3 കാര്യങ്ങൾ എഴുതിയപ്പോ 10 മിനിറ്റ് ആയി എന്ന് പറഞ്ഞ് അതിന് ഒറ്റ മറുപടി ഉള്ളൂ. താങ്ക് യു. നിങ്ങൾ എന്ത് എഴുതണം നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. 10 മിനിറ്റിനകത്ത് നിങ്ങൾ അതിന് ഷോർട്ട് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ സ്പീഡ് ചെയ്ത് എഴുതുക, എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പൊ അത് പിന്നെ ഞാൻ എന്റെ കോൺസെപ്റ്റ് മാറ്റാൻ പറ്റില്ലല്ലോ ഇപ്പൊ അതിന് വേണ്ടിയിട്ട്. നിങ്ങൾ എഴുതുന്നതിന്റെ സ്പീഡ് പറഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നതിന്റെ കോൺസെപ്റ്റ് മാറ്റുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് ചെയ്യരുത്. ഓക്കെ, ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം. കാരണം നിങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ വൈകുന്നേരം വന്നിരിക്കുന്നത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ടാണ്. അതായത് നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ചില മാറ്റം വേണമെന്ന് ഏതെങ്കിലും തരത്തിൽ ഏതാണോ എന്നറിയാം. ഇപ്പൊ നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നത് നിങ്ങളും എന്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ നിലവിലുള്ള ജീവിതാവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക്, അതിന്റെ അടുത്ത തലത്തിലേക്ക്, അതിന്റെ എന്താ പറയാ ബെറ്റർമെന്റിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ എല്ലാവരും കാണുന്നത്? അതാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെ ഉദ്ദേശം. അത് വിവിധമായ മാർഗങ്ങളിലൂടെ, വിവിധമായ അറിവിലൂടെ, വിവിധമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. അത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു. അതിനാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന മനസ്സിനെ മാറ്റപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ജീവിതത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കുമെന്നും, പണത്തെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പണം എവിടെയാണ് നമുക്ക് അപകടം വരുന്നതെന്നും വളരെ വ്യക്തമായി പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞു. ഒറ്റ കാര്യമായിട്ട് ഒന്നും നിങ്ങളോട് ചോദിക്കാം ഇപ്പൊ തന്നെ. പണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും മണി കൊണ്ട് ഉപദ്രവം ഉണ്ടോ? ഉപകാരമല്ലാതെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇല്ല എന്ന് എല്ലാവരും പറയും. അത് യാതൊരു തർക്കവുമില്ല. പണം കൊണ്ട് ഒരിക്കലും ഉപദ്രവം ഉണ്ടായിട്ടില്ല, ഗുണമേ ഉണ്ടായിട്ടില്ല. പക്ഷേ അതേ പണം കടം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ, ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. പണം നിങ്ങൾക്ക് എപ്പോഴും ഗുണമേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അതേ പണം തന്നെ, നിങ്ങളുടെ കയ്യിലുള്ള പണം തന്നെ ഒരാൾക്ക് കടമായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണമായി മാറിയിട്ടുണ്ടോ, ദോഷമായി മാറിയിട്ടുണ്ടോ? തിരിച്ചറിവുകൾ എപ്പോഴും ജീവിതത്തിൽ ആവശ്യമാണ്. ആ തിരിച്ചറിവുകളിലൂടെയാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ഇപ്പൊ ആൻസർ ടൈപ്പ് ചെയ്തു. ആൻസർ ടൈപ്പ് ചെയ്തിട്ട് തന്നെ പോണം. ഞാൻ ഈ ക്ലാസ് ജേർണി ടു ഹാപ്പിനെസ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും നാളെയും എന്നും എന്റെ കാലത്ത് പറയും, കടം ആണ് നമ്മുടെ പ്രധാന വിഷയം. പണമല്ല വിഷയം, പണമില്ലാത്തതുമല്ല വിഷയം, കടം കൊടുക്കുന്നതും വാങ്ങുന്നതും മാത്രമാണ് നമ്മുടെ വിഷയം എന്ന് അറിയുക. അപ്പോൾ കടം കൊടുക്കുന്നത് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. എൻ്റെ ഇല്ലാഞ്ഞിട്ട് ഞാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു തത്വമില്ല എന്നറിയാം. ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല, ഉള്ളവനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വെറുതെ അതൊന്നും നമ്മളില്ല, ഞാൻ കടം മേടിച്ചു, മറ്റെടുത്ത് കടം മേടിച്ചാൽ കൊടുത്തു, അതൊക്കെ വെറുതെ ഒരു ഇതിൽ പറഞ്ഞു പോകുന്നുള്ളൂ. എന്തുകൊണ്ട് പണം നമ്മ കടം കൊടുത്തപ്പോൾ ഉപദ്രവമായി മാറുന്നു എന്ന് ഞാൻ പല ക്ലാസ്സിലും അതിന്റെ സിസ്റ്റം സൈക്കോളജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം ക്ലാസ്സിലും അതിന്റെ ഓൾഡ് മണി ന്യൂ മണി എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് കേട്ടവർക്കറിയാം, അവിടെ പങ്കെടുത്തവർക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കയ്യിലുള്ള ഒരു സാധനത്തെ കൊടുത്തിട്ട് ദേഷ്യമോ സങ്കടമോ ഉപദ്രവമോ ഒക്കെ വാങ്ങിക്കുന്നത്? അപ്പൊ എപ്പോഴാണ് നിങ്ങൾക്ക് ഇനി തിരിച്ചറിവ് ഉണ്ടാവുന്നത് ആൾക്കാർക്ക്? ഞാൻ കൊടുക്കുന്നവരെ പറ്റിയാ പറയണ്ടേ, കൊടുക്കാത്തവർ സന്തോഷം. ഞാൻ കൊടുക്കില്ല, സത്യമായിട്ട് ഞാൻ കൊടുക്കില്ല. പലവട്ടം ഞാൻ പറഞ്ഞു, ഞാൻ കടം കൊടുക്കില്ല. കടം ടെൻഷൻ വരുന്നതുകൊണ്ട് ആ വ്യക്തി നമുക്ക് നഷ്ടപ്പെടുന്നത് കടം കൊടുക്കില്ല. ഒരാൾ 10,000 ചോദിച്ചോ,
ഞാൻ 2-3 ആയിരം കൊടുത്തിട്ട് ഇതാ എന്റെ കയ്യിലുണ്ട്, ഇത് ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു പോകും. എന്ന് വെച്ചാൽ ഗിഫ്റ്റ് ചോദിക്കാനും വരണം കേട്ടോ. ഇത് ഞാൻ തരില്ല. സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കുക. ആവശ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പണം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്തുമ്പോഴാണ് നമ്മൾ എപ്പോഴും പണം നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ കടം വാങ്ങിക്കുന്ന, ലോട്ടറി അടിക്കുന്നതൊക്കെ ഷോർട്ട് കട്ട് മെത്തേഡുകളാ. അതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഒരാളെ കൊണ്ട് പറ്റില്ല. ഒരാളും ഇന്നേ വരെ കടം മേടിച്ചിട്ട് പണക്കാരനായവൻ ഒരാളും ഇല്ല. ആരെങ്കിലും ഉണ്ടോ കടം മേടിച്ചിട്ട് ബിസിനസ് ചെയ്തിട്ട് പണക്കാരായ ആരെങ്കിലും ഒരാളെ കാണിച്ചു തരാൻ പറ്റും? അല്ലെങ്കിൽ കടം മേടിച്ചിട്ട് രക്ഷപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം? ഒരാളെ. ഇന്ന് ഞാൻ ഈ പരിപാടി നിർത്തിപ്പോവാം. പക്ഷെ കടം കൊടുത്തോളൂ. കടം കൊടുക്കുന്നതിനല്ല തെറ്റ്. ആ കൊടുക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന മാനസികാവസ്ഥ അവനും ഗുണമല്ല, നിങ്ങൾക്ക് ഗുണമല്ല. അപ്പോൾ എന്തിനാണ് കൊടുക്കുന്നത്? അവൻ അതിന് വേറൊരു വഴി കണ്ടെത്തും. ദയവ് ചെയ്ത് ഇതൊന്ന് തിരിച്ചറിയുക. നിങ്ങൾ കടം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും നിർത്തുക. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാം പറ്റും. കടം വാങ്ങിക്കാതെ എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. എന്താ പറ്റാത്ത? ആർക്കാ പറ്റാത്ത? അതിനനുസരിച്ച് ജീവിതത്തെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പണം ഉണ്ടാക്കാനും പഠിക്കണം, ചെലവഴിക്കാനും പഠിക്കണം. രണ്ടും വേണം. എങ്ങനെയാ കടം വരുന്നത്? നമ്മൾക്ക് അറിയാതെ നമ്മൾ കൂടുതൽ ചെലവഴിച്ചിട്ടല്ലേ. ഒരു ഹോസ്പിറ്റലൊക്കെ കേസൊക്കെ വരുന്നത് സംഭവിക്കാം, ശരിയാണ്. അതിനിപ്പോ 100 കണക്കിന് മെത്തേഡുകളുണ്ട്. നമ്മൾ മുൻകൂട്ടി നാളെ ഒരു അസുഖം വരുമെന്ന് നമുക്കറിയാം. അതിനെന്ത് മുൻകരുതലാണ് നടത്തിയിട്ടുള്ളത്? അപ്പൊ അതിലേക്ക് പറഞ്ഞു പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇത്രയും, ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയാം. ഹാപ്പിനെസ് മാസ്റ്ററിയിലുള്ള സ്റ്റുഡൻസ്, നിങ്ങൾ ഇന്നെങ്കിലും തിരിച്ചറിയുക, കടം കൊടുക്കലും വാങ്ങലും നല്ലതല്ല. നമ്മൾ ഇതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ആരും നമ്മൾ വാങ്ങിക്കുന്നില്ല, കൊടുക്കുന്നുമില്ല. നിങ്ങളിപ്പോ ചില കോഴ്സിനൊക്കെ വരുമ്പോൾ പൈസ കുറച്ച് പിന്നെ തരാം സാറേ എന്നൊക്കെ പറഞ്ഞു വരുന്നത് തരാത്തവരും ഉണ്ട്. ഓക്കെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. കോഴ്സും കഴിഞ്ഞിട്ട് പൈസ തരാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നോ പ്രോബ്ലം. അതൊന്നും കടമായിട്ടൊന്നും ഞങ്ങൾ എവിടെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ എന്റെ അഡ്മിന്മാരോട് ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഫുൾ പേയ്മെന്റ് തരാതെ കോഴ്സിന് വരുന്നുണ്ടെങ്കിൽ അവർ ബാക്കി തരാനുള്ളത് എന്ന് മാത്രം എഴുതണ്ട. അവരത്ര തന്നു വന്നു, ബാക്കി എപ്പോഴും തരുമ്പോൾ വരട്ടെ. അല്ലാതെ അതൊരു കടമായിട്ട് നമ്മൾ എടുത്തു വെക്കാറില്ല, നമ്മൾ തിരിച്ചു കൊടുക്കാറില്ല. ഞങ്ങൾ കടമായിട്ടില്ല, ആ കോഴ്സ് അത്രക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നോ, എനിക്ക് ഒരു വിഷയമില്ല. അതൊരു ഇതായിട്ട് എടുക്കുന്നത് നമുക്ക് ഭയങ്കര ബാധ്യത വരുത്തുന്ന ഒരു സാധനമാണ്. ഭയങ്കര ബെന്റലി ഇത് വരുന്ന സാധനമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മനസ്സിലാക്കാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരവരുടെ ജീവിതം. ഞാൻ നമസ്കാരം മാത്രമേ അവർ പറയാനുള്ളൂ. നമുക്ക് ഒരു തരത്തിലും ഇവിടെ ആരും അത്തരം കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യില്ല എന്ന് ഒന്നുകൂടി പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് റെഡി ആയിരിക്കാം. താങ്ക് യു. ഇന്നത്തെ സബ്ജക്ട് നമുക്ക് എടുക്കാം. അപ്പൊ ആണെങ്കിൽ ആ ക്യാപ്സൂൾ എടുത്തോ. ക്യാപ്സൂളൊക്കെ കഴിക്കുന്നവർ വളരെ കുറവെന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോ നമ്മുടെ സ്ഥിരം ക്യാപ്സൂളൊക്കെ യൂട്യൂബ് കാണുന്നവർ, വീഡിയോ കാണുന്നവരൊക്കെ മറന്നുപോയി. ആരും മറക്കരുത്. ഓക്കെ, പറയൂ. കമോൺ എല്ലാവരും ടൈപ്പ് ചെയ്യൂ. കടം, ആരോഗ്യം, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ നമുക്ക് അത് കഴിഞ്ഞു, അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ചാൽ മതി ഇതിനെപ്പറ്റി. ഇപ്പൊ പോരട്ടെ. ഹാപ്പി ആൻഡ് റെഡി രണ്ടുണ്ട്. ഹാപ്പി മാത്രം പോരാ, ഹാപ്പി ആൻഡ് റെഡി ഇന്ന് കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കഷ്ടപ്പാട്, അല്ലെ? ജീവിതത്തിൽ കഷ്ടപ്പാടുള്ളവർ ആരൊക്കെയുണ്ട് അതറിഞ്ഞിട്ട് നമുക്ക് അവരോട് മാത്രം പറയാം. രണ്ടാമത്തെ ചോദ്യം, ജീവിതത്തിൽ കഷ്ടപ്പാട് ഉള്ളവർ എത്ര പേരുണ്ട്? മീ എന്ന് ടൈപ്പ് ചെയ്യൂ. ജീവിതത്തിൽ കഷ്ടപ്പാടുള്ളവർ മീ എന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. ഹാപ്പി ആൻഡ് റെഡി ചെയ്യാത്തവർ ചെയ്തോ. അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ കഷ്ടപ്പാടുള്ളവർ മീ 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 എന്ന് ടൈപ്പ് ചെയ്തോ. യെസ്, നിങ്ങൾക്ക് മീ എന്ന് പറയുന്നവരോടെല്ലാം, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നവരോടെല്ലാവരോടും മീ എന്ന് ഉള്ളവർ, കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തോട് നിങ്ങൾക്ക് വിട പറയണമോ? കഷ്ടപ്പാട് സന്തോഷമുള്ളവർ എത്രയാണെന്ന് ചോദിച്ചാലേ അവസാനം മീൻ ഉണ്ടാവില്ലേ. കഷ്ടപ്പാടെന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഉണ്ട്. ഞാൻ എന്നെ കൂട്ടാതെ പോവല്ലേ എന്ന് പറയുന്നേ. ഞാൻ നിങ്ങൾക്കുള്ള ഗുഡ് ന്യൂസ് ആണെന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമുള്ളവർ, അല്ലേ? യെസ്, എല്ലാവരും കേട്ടോളൂ. കഷ്ടപ്പാട് എന്ന വാക്കിനെ നിങ്ങൾ പോസിറ്റീവ് വാക്കായിട്ടാണോ കാണുന്നത്, നെഗറ്റീവ് വാക്കായിട്ടാണോ കാണുന്നത്? ഉണ്ടെങ്കിലും അത് ആലോചിച്ച് വിഷമിക്കാറില്ല. യെസ്, ഉണ്ടായിരുന്നു, ഒഴിവാക്കി. കഷ്ടപ്പാട് എന്ന വാക്കിനെ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടാണോ എടുക്കുന്നത്, നെഗറ്റീവ് ആയിട്ടാണോ? യെസ്,
റൈറ്റ്. റൈറ്റ്. നെഗറ്റീവ്. എല്ലാവരും നെഗറ്റീവ്. ആരെങ്കിലും പോസിറ്റീവ് പറയുന്നുണ്ടോ? ഒരാൾ പോസിറ്റീവ് പറയൂ. എന്നെ ഒന്ന് സരസ്വതി താങ്ക് യു. നമ്മളൊക്കെ നേർക്ക് നേർ നിൽക്കേണ്ട ആൾക്കാർ. രണ്ടുമുണ്ട്. നെഗറ്റീവ്. അറിവുകളല്ല പ്രാധാന്യം, തിരിച്ചറിവുകളാണ് എന്ന് മനസ്സിലാക്കുക. അറിവുകളെക്കാളും പ്രാധാന്യം തിരിച്ചറിവിനാണ്. ഇനിയിപ്പോ പോസിറ്റീവ്. ഓക്കെ. സി, ജീവിതത്തിൽ ചില അനിവാര്യമായ ഘട്ടങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ജീവിതം ചിലപ്പോൾ അങ്ങനെയൊക്കെ പോയാൽ മാത്രമേ ജീവിതമാകുള്ളൂ. സാർ കഷ്ടപ്പെട്ടിട്ടേ വളരാൻ പറ്റൂ എന്നറിയാം. ഓക്കെ, ഫൈൻ. സി, കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന അനിവാര്യ ഘട്ടമാണ് കഷ്ടപ്പാട് എന്ന് പറയുന്നത്. ചിലരുടെ ജീവിതം ചിലപ്പോൾ കൂടുതൽ കഠിനമാകും, മറ്റുള്ളവർക്ക് കുറവുമാകാം. ഞാൻ എപ്പോഴും ജീവിതത്തെ വരച്ചു കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓസിലേഷൻ വഴിയാണ് വരച്ചു കാണിക്കാറുള്ളത്. ലൈഫ് എന്ന് പറഞ്ഞ് ഏറ്റക്കുറച്ചിലുകളുടെ സമ്മിശ്ര പ്രതികരണം മാത്രമായിരിക്കും. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഏറിയും കുറഞ്ഞും ഇരിക്കും. അതായത് പോസിറ്റീവും നെഗറ്റീവും രണ്ടും ഉണ്ടാകും. ഇത് രണ്ടും ഇല്ലാതെ ഇരുന്നാൽ ജീവിതമാവില്ല. അപ്പോൾ ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും നേരിടേണ്ടി വരുന്ന അനിവാര്യ ഘട്ടമാണ് കഷ്ടപ്പാട് എന്ന് പറയുന്നത്. ഒരു കുട്ടിയും വീഴാതെ എഴുന്നേക്കാൻ പഠിച്ചിട്ടില്ല. ഒരു കുട്ടിയും തെറ്റാതെ പറയാൻ പഠിച്ചിട്ടില്ല. ഒരാളും വെപ്രാളം കൂടാതെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. ഒരാളും കുഴി വീഴാതെ. ഓക്കെ, വേണ്ട. അപ്പോ അതെ, കഷ്ടപ്പാട് എന്ന വാക്കിന് നമ്മൾക്ക് അതിലേക്കാണ് വരുന്നത്. അപ്പോ ജീവിതത്തിൽ നമുക്ക് ഇത് രണ്ടും മാറി മറിഞ്ഞു വരിക്കും. പക്ഷേ നമ്മൾ ഏതിലേക്കാണോ ശ്രദ്ധിക്കുന്നത് എന്നതാണ് പ്രാധാന്യം. കഷ്ടപ്പാടിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇപ്പൊ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചോദിച്ചില്ലല്ലേ സാറേ, ആ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, അതേ രീതി നമ്മൾ ഏതിലേക്കാണോ ശ്രദ്ധിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ഘട്ടമാണ്. പക്ഷെ ബാക്കി താഴോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് അത് ശ്രദ്ധിക്കുന്ന മുഴുവൻ പരിതാപത്തിലും കഷ്ടതയിലും എന്താ പറയാ അതിനെ പറ്റിയിട്ട് പരാതിയും പരിഭവമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ടായി. മക്കൾ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുമ്പോൾ വീഴുമ്പോൾ നിങ്ങൾ കരയുകയും നിലവിളിക്കുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും അയ്യോ എന്റെ കുഞ്ഞു വീണല്ലോ എന്ന് ആണ് പറഞ്ഞതെങ്കിൽ ആ കൊച്ചിന്റെ അവസ്ഥ എന്താകും? അത് നടക്കാൻ പഠിക്കുന്നത് ലേറ്റ് ആയിട്ട് തന്നെയായിരിക്കും. അമ്മമാർക്കറിയാം, ഇവിടെ കുറെ വിരുദ്ധരായ അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അച്ഛന്മാരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, നടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൊച്ചു വീഴുമ്പോൾ അമ്മ എടുത്ത് ഒക്കത്ത് വെച്ച് പറഞ്ഞു, അയ്യോ മോനെ വേണ്ടട്ടോ എന്റെ കുഞ്ഞ്, പാവല്ല എന്റെ കുഞ്ഞ്, നടക്കരുത്. എന്താ സംഭവിക്കുക? ഇത്രയും ചിന്താശക്തി ഇല്ലാത്ത അമ്മമാർ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നോക്കിക്കോളൂ, നിങ്ങളെ പെൺമക്കളെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെ, എന്റെ മുഖം വീഴാനൊന്നും പാടില്ല എന്ന് പറഞ്ഞേ സംഭവമുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം. കാരണം എപ്പോഴും നമ്മളത് സംഭവിക്കുന്നതിന് അംഗീകരിക്കാൻ തയ്യാറാവാത്തത് മാത്രമാണ് ഏറ്റവും വലിയ വിഷയം. മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ശാസ്ത്രീയമായ വശം ഒരുപാട് സയന്റിഫിക് ആയിട്ട് പറഞ്ഞുതരാം. ശാസ്ത്രീയമായ വശം എന്ന് പറയുന്നത് കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല, പകരം അത് ചില പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്നതോ നേരെ തിരിച്ചാണ്. കഷ്ടപ്പെടുന്ന അയ്യോ ഞാൻ എങ്ങനെയായി, ഇതിൽ എന്തു പഠിച്ചു എന്ന് ഒരു മിനിറ്റ് പോലും ആലോചിക്കാൻ സമയം കൊടുക്കില്ല. എന്താണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത്, ഇത് എന്തുകൊണ്ട് എനിക്കിപ്പോ സംഭവിച്ചു എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. കടം കൊടുത്ത ആളും കടം വാങ്ങിച്ച ആളും ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കുക, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ കടം വാങ്ങിച്ചത്? ആലോചിച്ച് നോക്കിയാൽ അവർക്ക് തന്നെ മനസ്സിലാവും, ഞാൻ എന്തോ ഒന്ന് പഠിക്കാനായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഈ സാമ്പത്തികമായ ഒരു അവസ്ഥ എനിക്ക് വന്നത്. പക്ഷെ അത് പഠിക്കാൻ ഞാൻ തയ്യാറല്ല, പകരം അതിനെ മറ്റൊരാളുടെ തലയിൽ വെച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്.
നിങ്ങൾക്കറിയണം മണിയുടെ എനർജിയെ പറ്റിയൊക്കെ ഞാൻ വളരെ വ്യക്തമായി മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിലേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മണിയുടെ എനർജി, നിങ്ങൾ കടം കൊടുക്കരുത് എന്ന് പറയുന്നത് കുറേ കാരണങ്ങളുണ്ട്. ഇതിന് കുറേ കർമ്മ സിദ്ധാന്തങ്ങളൊക്കെ കണക്റ്റഡ് ആണ്. അതൊക്കെ പറഞ്ഞിപ്പോ ഞാൻ പോകുന്നില്ല. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യത്തെ മുമ്പിൽ കിട്ടിയപ്പോൾ അതിനെ നമ്മൾ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്നതാണ് കടം വാങ്ങിക്കുന്നതിന് ഏറ്റവും പ്രധാനമായ ഘട്ടം എന്ന് മാത്രം മനസ്സിലാക്കാം. അതുകൊണ്ട് കടം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു നോക്കാം. ഇനി എന്തുകൊണ്ടാണ് മനുഷ്യർ കഷ്ടപ്പാട്, മനുഷ്യർ മാത്രമല്ല കേട്ടോ കഷ്ടപ്പാട് എന്ന് പറയുന്നത്. കഷ്ടപ്പാടത്തിന് വാക്കിന് നിങ്ങൾ എടുക്കേണ്ട പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. കാരണം ലെസൺസ് അല്ലെങ്കിൽ ഒരു പഠനം ഒരു മാത്രമായിട്ട് എടുക്കണം. അതിനാണ് ആ വാക്ക്, വേറൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എല്ലാ ജീവജാലങ്ങളും വിട്ട് നമുക്ക് മനുഷ്യന് മാത്രം എടുക്കാം. മനുഷ്യ ജീവിതത്തിന്റെ ജീവിതഘട്ടങ്ങൾ പലപ്പോഴും അനിശ്ചിതമായി തന്നെ തുടരണം. അങ്ങനെ ഉണ്ടായാലേ പറ്റൂ. കാരണം എന്താ? ജോലി, കുടുംബ ബന്ധങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, ഇവയിലെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉടലെടുക്കും എന്നത് സർവ്വസാധാരണമാണ്. ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു ജോലിയിൽ ഒരു അസ്ഥിരതത്വവും ഇല്ല, എപ്പോഴും കറക്റ്റാണ്, എല്ലാം സെയിം ആണ്. എത്ര പേർക്ക് പറയാൻ പറ്റും നിങ്ങൾ ആ ജോലി ആത്മാർത്ഥമായി ചെയ്യുമെന്ന്? എന്നും ഒരു ടെൻഷനും ഇല്ല, ഫുള്ളി റിലാക്സ്ഡ് ജോബ്, ഫുള്ളി റിലാക്സ്ഡ്, ഫുള്ളി ഹാപ്പിനെസ്. എത്ര പേർക്ക്, നിങ്ങൾ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, എത്ര പേർക്ക് പറയാം നിങ്ങൾ ആത്മാർത്ഥമായി പിന്നെ ചെയ്യുക? ഒരു 4 വർഷം ഒരേപോലെ നല്ല സന്തോഷത്തിന്റെ ജോലിയിൽ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓഫീസ്, നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് പോകുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ തിരിച്ചു വരുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പൈസ കിട്ടുന്നു, ഒക്കെ ആണെങ്കിൽ എത്ര പേർക്ക് പറയാൻ പറ്റും നിങ്ങൾ ഹാപ്പി ആയിരിക്കും അവിടെ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, പറഞ്ഞു നോക്കി. ഇല്ല, ജോലി പോകുന്നവരില്ലേ, നിങ്ങൾ ഹാപ്പി ആയിരിക്കും? എപ്പോഴും നിങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാത്ത എല്ലാം സോഫ്റ്റ് ആയിട്ട് നടക്കുന്ന ജോലി ആണെങ്കിൽ എത്ര പേർക്ക് അത് സന്തോഷം ഉണ്ടാകും? ജോലിക്ക് പോകുന്നവരെന്ന് പറഞ്ഞു കേട്ടോ, ബിസിനസ് ചെയ്യുന്നവർ, ജോലിക്ക് പോകുന്നില്ല ആൾക്കാർ മറുപടി പറയില്ല ഇപ്പൊ. യെസ്, ഭയങ്കര മടുപ്പ്, ഹാപ്പി ആവില്ല, ഭയങ്കര മടുപ്പായിരിക്കും, ബോറടിച്ച് മനുഷ്യൻ മരിച്ചു. ഞാൻ ഇതിനു മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടല്ലേ നിങ്ങളോട്? ആ, ബോറടിച്ച് മരിച്ചു പോകും നമ്മൾ, ഭയങ്കര വിളിച്ചാൽ. കാരണം ഒരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരണം. ഒരു ഒബ്സ്റ്റാക്കിൾ, ഒരു തടസ്സങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ ഓവർകം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തല്ലോ എന്ന് വരുള്ളൂ. അല്ലാതെ ഇരുന്നാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ജോലി സമയത്ത്, ജോലിയിലെ കുടുംബ ബന്ധങ്ങൾ എന്നും തേനേ പാനേ എന്നൊലിപ്പിക്കുന്ന ഫാമിലി കുടുംബമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തിനും തേനേ പാലയെന്ന് ഒലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭർത്താവും ഭാര്യയും വായിക്കുന്ന കുടുംബം, അങ്ങനെ മാത്രമല്ല മക്കളും. ഈ അമ്മ പറഞ്ഞതെല്ലാം കേൾക്കുന്ന മക്കള്, മക്കള് പറഞ്ഞതെല്ലാം കേൾക്കുന്ന അമ്മമാര്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് മുഴുവൻ കേൾക്കുന്ന ഭാര്യ, പറഞ്ഞത് മുഴുവൻ കേൾക്കുന്ന ഭർത്താവ്, ഭർത്താവ് മുഴുവൻ പറയുന്നത് മുഴുവൻ കേൾക്കുന്ന. കേൾക്കുകയല്ല കേട്ടോ, ഐ എം നോട്ട് സീയിങ് ദാറ്റ്. നിങ്ങൾ കേൾക്കുക, കേൾക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? അതേപോലെ അനുസരിക്കുന്ന ഒരു മൊത്തത്തിൽ ഒരു കുടുംബം എന്തായിരിക്കും അവസ്ഥ? ബോറായിരിക്കും, ബോറായിരിക്കും സംഭവം. അപ്പോൾ ജോലിയിലും കുടുംബ ബന്ധത്തിലും നമുക്ക് ചില അനിശ്ചിതത്വങ്ങൾ വേണം, സ്വാഭാവികമായും വേണം. ഇനിയോ സാമ്പത്തികം, നിങ്ങളിൽ എന്നും നിറഞ്ഞ കാശാണ്, എന്നും നിറഞ്ഞ കാശ്, എന്തിനും പൈസയുണ്ട്, എപ്പോ നോക്കിയാൽ നിങ്ങളിൽ നിറഞ്ഞ പൈസയാണ്. എന്തായിരിക്കും അവസ്ഥ? ഒന്നും ചെയ്യാൻ തോന്നില്ല, പിന്നെ ഒന്നിനോടും ഒരു ഇതുണ്ടാവില്ല. ഇപ്പൊ ഞാൻ 2 ദിവസമായി നമ്മുടെ ലൂസിഫറിന്റെ ടിക്കറ്റിന് വേണ്ടിയിട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കണം, കിട്ടാനില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര നിർബന്ധമാണ്, എങ്ങനെയെങ്കിലും ആ ടിക്കറ്റ് ഒന്ന് സംഘടിപ്പിക്കണം. 27-ന് 27-ന് പോയി കാണണം. അത് കിട്ടാനുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ്, ഇഷ്ടംപോലെ ഡിമാൻഡ് ഉണ്ട്, ഇല്ലെങ്കിലോ എനിക്ക് ഒരു ഫീലിങ്സും ഉണ്ടാവില്ല അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. നിങ്ങൾ മറ്റൊരു കാര്യം പറയണം. കായോസ് തിയറി എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തമുണ്ട് ലോകത്ത്. ഞാനത് കൂടുതൽ പറയാൻ പോകുന്നു. എമ്പുരാൻ, ലൂസിഫറിനെയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞത്. അല്ല, എമ്പുരാനെയാണ് ലൂസിഫർ എന്ന് പറയുന്നത്. നമ്മള് ജീവിതത്തിൽ ഒരു സിദ്ധാന്തമുണ്ട്, ആ സിദ്ധാന്തത്തിന് പറയുന്ന കായോസ് സിസ്റ്റം, കായോസ് സിദ്ധാന്തം എന്നാണ്. അതായത് നിങ്ങൾ അത് കൂടുതൽ വിശദമായി ഞാൻ പറയുന്നില്ല. അതായത് നമ്മൾ ഒരു കാര്യത്തെ ഒരു പ്രത്യേക രീതിയിൽ, അല്ലെങ്കിൽ ഡബിൾ റോഡ് സിദ്ധാന്തം എന്നും പറയും അതിന്. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ എഫക്റ്റിൽ നിന്നും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് എഫക്റ്റ് ആയി മാറുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സിസ്റ്റം പറയുന്നത്. ഞാൻ കൂടുതൽ ഇവിടെ പറഞ്ഞ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ സബ്ജക്റ്റ് ആണ്.
അതായത് ഏത് കഠിന സാഹചര്യങ്ങളിലും ഒരു വ്യക്തിയുടെ ദിശ മാറ്റുകയും അവിടെ നവീനമായ ഒരു ജീവിതം രൂപപ്പെടുത്തുകയും കഴിയും എന്നുള്ളതാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വം. അതായത് ഏതെങ്കിലും ഒരു സെർട്ടേൺ സാഹചര്യം വന്നാൽ മാത്രമാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി ആലോചിക്കുക, അവിടുന്ന് മാറിപ്പോവുക. അത് മനുഷ്യകുലത്തിന്റെ മുഴുവൻ രീതി അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത തലത്തെ പറ്റി ആലോചിക്കുക, അല്ലാത്തടത്തും നമ്മൾ ആലോചിക്കില്ല. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നും ഇവിടുന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ അടുത്ത സ്ഥലം തേടി പോകും. സ്വാഭാവികമായ പ്രക്രിയയാണ്. ഇത് കായോ സിദ്ധാന്തം എന്ന് പറയുന്നത് വളരെ ഇംപ്ലിമെന്റ് ചെയ്ത മനുഷ്യനല്ല മുഴുവൻ ഈ പ്രപഞ്ചത്തിന് ഉൽപ്പത്തി തന്നെ ഇതിൽ ബേസ് ചെയ്തിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത് വരുന്നത്, ഒന്ന് നമ്മുടെ അൺസർട്ടനിറ്റി ഓഫ് ലൈഫാണ് ഞാനിപ്പോ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എക്സ്പെക്ടേഷൻ വേഴ്സ് റിയാലിറ്റി. നമ്മുടെ യാഥാർത്ഥ്യവും നമ്മുടെ ആഗ്രഹവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അതും ഇതുപോലെ ആയിരിക്കും അല്ലെ? അപ്പൊ എക്സ്പെക്ടേഷൻ വിത്ത് റിയാലിറ്റി ടോട്ടലി എപ്പോഴും വ്യത്യസ്തമായിരിക്കണം. അപ്പോഴാണ് നമുക്ക് കഷ്ടപ്പാട് തോന്നുന്നത് അല്ലെ? എന്റെ എക്സ്പെക്ടേഷൻ ഇന്നതാണ്, പക്ഷെ എനിക്ക് എത്ര കിട്ടില്ല. ഇപ്പൊ എന്റെ എക്സ്പെക്ടേഷൻ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ പറയാണ്, എന്റെ എക്സ്പെക്ടേഷൻ ആണ് എന്റെ ക്ലാസ്സിൽ എല്ലാ ദിവസവും 500 പേര് വന്ന് നിൽക്കണം. ഈ സൂം ക്ലാസ്സിൽ 500 പേര് നിൽക്കണം എന്റെ എക്സ്പെക്ടേഷൻ ആണ്. പക്ഷെ റിയാലിറ്റി ഒരു 250 300 വരുമ്പോഴും ഞാൻ നിത്യവും ചിന്തിക്കുന്നത് എന്തായിരിക്കും? അടുത്ത ക്ലാസ്സിൽ എനിക്ക് 500 പേരെ ഉണ്ടാക്കണം, അടുത്ത ക്ലാസ്സിൽ 500 പേരെ ഉണ്ടാക്കണം. ഇത് ഞാൻ നിത്യവും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അടുത്ത തലങ്ങളെ പറ്റിയിട്ട് ആലോചിച്ചു കൊടുക്കും. എന്റെ റിയാലിറ്റി 500ഉം എന്റെ എക്സ്പെക്ടേഷൻ 500 ആയാലും പിന്നെ എന്താ ഞാൻ അടുത്ത ദിവസം എന്താ ക്ലാസ് എടുക്കുക? ക്ലാസ് എടുക്കാൻ എന്ത് ഉന്മേഷം എനിക്ക് നൽകും? ഒന്നും നൽകില്ല. അവിടെ ആളുണ്ട്, കുഴപ്പമില്ല, ഒന്നും ഒരു സ്റ്റെപ്പ് മുമ്പിലൂടെ എന്ത് പറഞ്ഞാലും നടക്കും. ഞാനിപ്പോ ഓരോ ദിവസവും ഇവിടെ ബെറ്റർ പറയുന്നത് എന്തിനാണ്? എനിക്ക് കൂടുതൽ ആൾക്കാരിൽ എത്താൻ വേണ്ടിയിട്ടല്ലേ. എനിക്ക് ഫുള്ളായിട്ട് ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒറ്റ നിമിഷം കാണുകയാണെങ്കിൽ പിന്നെ എന്റെ എക്സ്പെക്ടേഷൻ ഇതായിരിക്കും അതിനപ്പുറത്തെ തലത്തിലേക്കായിരിക്കണം. അപ്പൊ എക്സ്പെക്ടേഷൻ റിയാലിറ്റി മാറുമ്പോൾ നമ്മൾ കഷ്ടപ്പാടുകൾ എന്ന് പറയും അതിനെ. ഇതിന് മറ്റൊരു രീതിയിൽ പറയാം, കോഗ്നിറ്റീവ് ഡിസോസൻസ് എന്ന് പറയുന്ന സാധനം മനഃശാസ്ത്രപരമായ സിദ്ധാന്തമാണ്. അതായത് നമ്മുടെ ഇച്ഛകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള പൊരുത്തക്കേട് മാനസിക സംഘർഷം സൃഷ്ടിക്കും എന്നാ പറയുന്നത്. ഇതുണ്ടാകും എന്ന് തന്നെയാ പറയുന്നത്. ഇനി ഞാൻ കൂടുതൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു വളരെ വലിയ ക്ലാസ് എടുക്കാനുള്ള സംഭവമാണ്. ഞാനതിനെ എളുപ്പത്തിൽ പറഞ്ഞു പോകാം. കഷ്ടപ്പാട് നമുക്ക് ഉണ്ടാവും എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ബാധിക്കുന്നു എന്ന് പറയാം. ഇത് നമുക്ക് ശാരീരികമായ എഫക്റ്റുകൾ, ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. നമുക്ക് ക്രിയാത്മകതയിൽ നമ്മുടെ ഭാവനാ ശക്തിയൊക്കെ കൊളാപ്സ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ബോധപൂർവമായ ഉണർവിനെ കുറക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവും. ഇതും സ്വാഭാവികമായ കാര്യം തന്നെയാണ്. കാരണം ഭാവനാശക്തി നമുക്ക് കുറയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഉയരാനുള്ള സമയമായി. ഇപ്പൊ ഞാനിവിടെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ ആൽമര ചുവട്ടിലിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് അന്നേരം ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് പറ്റാത്തവർ അപ്പൊ അടുത്ത പരിപാടി പറയും, സാറേ ആൽമരം എനിക്കിപ്പോ കാണാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക എവിടെയോ ഒരു ചെറിയ മാറ്റം എനിക്ക് ആവശ്യമുണ്ട്. ആ മനസ്സിലാക്കല് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്തോ ഒന്ന് തേടുന്നുണ്ട് നമ്മൾ, അതിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ബോധപൂർവമായ കോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ നമ്മളെ ഇത് പ്രേരിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് മാറ്റപ്പെടുന്നത്? അതാണല്ലോ പ്രധാനമായ കാര്യം. നമുക്കിതെല്ലാം ഉണ്ടെന്നല്ല, എങ്ങനെ മാറ്റപ്പെടും, ഇതിന് ബെറ്റർമെന്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും നമ്മൾ പുനർവിചിന്തനം ചെയ്യുന്ന എന്താണ്? നന്മയിലേക്ക് പോകാനാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് മാറ്റുക എന്നതാണ് നമ്മൾ പ്രധാനമായ കാര്യം. ഇതിന് സയന്റിഫിക് ആയിട്ട് പറയുന്ന 5 മെത്തേഡുകളാണ് പറയുന്നത്. ആ 5 മെത്തേഡ് മാത്രം ഞാനിപ്പോ എളുപ്പത്തിൽ പറഞ്ഞു പോകാം. വളരെ ലളിതമായ മെത്തേഡുകളാണ്. ഒന്നാമത്തെ മെത്തേഡ് എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ മെത്തേഡ് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക. എന്താണ് കാഴ്ചപ്പാട് മാറ്റുക എന്ന് പറഞ്ഞാൽ, നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ്, നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു, നമ്മളിതിനെ എനിക്ക് കഷ്ടപ്പാടുണ്ട് എന്ന് പറയുന്നയാളിന്റെ കാഴ്ചപ്പാട് എന്താണ്? കഷ്ടപ്പാട് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അതിന് നെഗറ്റീവായിട്ടാണ് ആൾ എടുക്കുന്നത്.
അതിൽ നിന്ന് എന്ത് ഞാൻ പഠിക്കുന്നു, എന്നെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. അപ്പോ ഈ കാഴ്ചപ്പാട് നമ്മൾ മാറ്റുക. എങ്ങനെയാണ്? നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിനെ അല്ലെങ്കിൽ ചിന്താഗതിയെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക, അത് മാറ്റാൻ തുടങ്ങുക. എങ്ങനെ മാറ്റും? അതിന് നമ്മൾ നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കാൻ പഠിക്കണം. മെഡിറ്റേഷൻ പോലുള്ള സാധനാ കർമ്മങ്ങൾ, നാമജപം പോലുള്ള മന്ത്രോച്ചാരണങ്ങൾ പോലുള്ള അല്ലെങ്കിൽ മറ്റു നിത്യ സാധനകൾ കൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ പുനരുദ്ദേശന ചിന്തകളാക്കി അല്ലെങ്കിൽ എന്താ ക്രിയേറ്റിവിറ്റി മൈൻഡ് സെറ്റ് ആക്കി നമ്മൾ പോസിറ്റീവ് മൈൻഡാക്കി മാറ്റണം. കഷ്ടപ്പാടുകളെ പരാജയമായി കാണാതെ അതിൽ നിന്ന് എന്തു പഠിക്കാം എന്ന തലത്തിൽ കാണാൻ പഠിക്കണം. ഈ സംഭവം എനിക്ക് എന്താണ് നൽകിയത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പകരം നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന അയ്യോ ഇത് എന്തിനാണ് എനിക്ക് സംഭവിച്ചത് എന്ന് പരിതപിക്കുന്നതിന് പകരം ഇതിൽ നിന്ന് എന്താണ് എന്നെ പഠിപ്പിച്ചത് എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കാഴ്ചപ്പാട് മാറും. മനസ്സിലായല്ലോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നന്ദിയുള്ളവരായി മാറുക എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയും. നന്ദിയുള്ളവരായി. എന്താണ് ഈ പോസിറ്റീവ് സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനമായ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മാത്രമേ പോസിറ്റീവ് സൈക്കോളജി ബിൽഡ് ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് പലരും പറയുമെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ പറ്റില്ല. എന്തിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നറിയില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നുകൂടി പറയാം, ഞാൻ പോസിറ്റീവ് സൈക്കോളജി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ കൃത്യമായി പറയുന്ന കാര്യമാണ്. പോസിറ്റീവ് സൈക്കോളജി നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ ഘടകം ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുക തന്നെ വേണം. ഇപ്പോൾ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചോദിച്ചപ്പോൾ അല്ലേ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് എവിടെ നിന്ന് തുടങ്ങണം, എത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ട് നമുക്ക് അതിശയം വന്നു. ഇത്രയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്കുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പറയുന്നതല്ല വേണ്ടത്, നമുക്ക് നമ്മളുടെ ജീവിതത്തിന് ഭാഗമായി മാറണം. ഓരോന്ന് കാണുമ്പോഴും ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പ്രകടമായിട്ട് വരണം. പോസിറ്റീവ് സൈക്കോളജിയിൽ പഠനങ്ങൾ അനുസരിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് മാനസികമായ സന്തുലിതാവസ്ഥയ്ക്ക് സഹായകരമാണ് എന്ന് പറയും. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമാണ്. ഓരോ കഷ്ടപ്പാട് എന്ന അവസ്ഥയിലും ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാവും. അത് കണ്ടെത്താൻ, അതിന് നന്ദി പറയാൻ പഠിക്കുക. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് ഓരോ പ്രാവശ്യവും നമ്മൾ ഹാപ്പിനെസ് മാസ്റ്ററി അപ്ഡേറ്റ് ചെയ്ത് പോവാണ്. നിങ്ങൾ വളരുന്നതനുസരിച്ച് നമ്മൾ ഈ സ്ഥാനത്ത് മുകളിലോട്ട് കൊണ്ടുപോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ഏതൊക്കെ മറന്നു കൊടുത്ത് പുറത്തു കൊടുത്ത് ഫൊർഗീവ് ചെയ്ത് കൊണ്ടപ്പോൾ നമ്മൾ ഒരുപാട് മാനസികമായ മാറ്റമുണ്ടായി. ഇതേപോലെ നമ്മൾ നാളെ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യുന്നു. ധ്യാനം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ധ്യാനമാണ്. ആരൊക്കെ എന്തിലൊക്കെയാണ് നന്ദിയുള്ള ധ്യാനം? ഒരുപാട് കാലം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളായിട്ട് പുതിയ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ധ്യാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഹൈന്ദവ എല്ലാ മതങ്ങളിലും ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ധ്യാനം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന്, കൃതജ്ഞത പ്രകടിപ്പിക്കുക. ഭക്തി മാർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത്, ഭക്തിമാർഗം എന്ന് അറിയാലോ, സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ കണക്ട് ചെയ്ത് എത്താനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മാർഗമായിട്ട് ഭഗവാൻ തന്നെ ഉപദേശിച്ചതും ഖുറാനിൽ പറഞ്ഞത് ശുക്ർ ചെയ്യുക, അല്ലെങ്കിൽ ബൈബിളിലെ വാക്കുകളും എല്ലാത്തിലും എന്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉൾപ്പെടുത്തിയിട്ടെന്ന് ആലോചിക്കുക. മനസ്സ് നിറക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ ഉന്മേഷവാദനായി മാറാൻ സാധിക്കുക. ഭക്തി മാർഗത്തിലേക്ക്, ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാന ഘടകമായി മാറുമ്പോൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം നന്നായി പ്രകടിപ്പിക്കാൻ പറ്റുന്നു, അവനാണ് യഥാർത്ഥ ഭക്തൻ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഉള്ളതിനെ നന്ദി പറയുന്നവൻ അവനാണ്. ഉള്ളതിനെ മറ്റുള്ളവർക്ക് നൽകുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ ഭക്തൻ. എങ്ങനെ നൽകുക? ഉണ്ടെങ്കിൽ നന്ദി വന്നാൽ മാത്രമേ നമുക്ക് നൽകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അവരിന് അര ഗ്ലാസ് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ മനസ്സിൽ നന്ദി ഉണ്ടാവണം. ഇതില്ലാത്തവന് ഇത് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, ഉള്ളതിന് നന്ദി പറയൂ, അപ്പോൾ നിറയും നിങ്ങളിൽ. നന്ദി പറഞ്ഞാൽ മാത്രമേ നിറയുകയുള്ളൂ. അര ഗ്ലാസ് വെള്ളം എടുത്ത് നന്ദി പറഞ്ഞു നോക്കൂ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന അതേപോലെ പ്രതീതി നിങ്ങൾക്കുണ്ടാകും. ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് നോക്കിയിട്ട് ആ വെള്ളത്തിനും ലഭിച്ച
ആ വെള്ളത്തിനും ആ ഗ്ലാസ്സിനും കൊണ്ടു തന്നയാൾക്കും ആ കിണറിനും ആ എല്ലാത്തിനും നന്ദി പറഞ്ഞ വെള്ളം കുടിച്ചോളൂ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന അതേ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. യാതൊരു തർക്കമില്ല, ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്ദി പറയാൻ പഠിക്കണം. നന്ദി പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ എന്താ പറയാ മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നറിയാം. പാത്രം അറിഞ്ഞ് ധ്യാനം ചെയ്യണം. പാത്രം അറിയ നന്ദി പറയുന്നതും പാത്രം അറിയുന്നതും രണ്ടു മുതലേ. പാത്രം അറിഞ്ഞ് ധ്യാനം ഏത് പാത്രമാണ്? അതൊക്കെ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് പവിത്രാരതി. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം വെച്ചാൽ ബ്രീത്തിങ് വർക്ക്, അല്ലെങ്കിൽ എന്താ പറയാ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക. എന്താണ് ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക വെച്ചാൽ ധ്യാനത്തിന്റെ ഏറ്റവും പ്രോത്സാഹമായിട്ടുള്ള കാര്യമാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് പോരാ. ബ്രീത്തിങ് എക്സസൈസ് ധ്യാനത്തിന്റെ പ്രധാന ഘടകമെന്നറിയാം. നമ്മുടെ സ്ട്രെസ് ഹോർമോൺസും സമ്മർദ്ദവും ഒക്കെ കുറക്കാനായിട്ട് നമ്മൾ നിത്യ അഭ്യാസമായി ചെയ്യേണ്ടതാണ് നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെ കൃത്യമായി പാകപ്പെടുത്താനുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ. അത് ധ്യാനത്തിന്റെ ഭാഗമാണ്, യോഗയുടെ ഭാഗമാണ്, അത് ചെയ്യാവുന്നതാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് കുറക്കാൻ പറ്റും ഈ സംഭവത്തെ എന്നുള്ളത്. ഇനി നാലാമത്തെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ് സ്വയം സ്നേഹം, അല്ലെങ്കിൽ സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്ന അവനവനോടുള്ള അനുകമ്പ. അവനവനോട് അനുകമ്പ ഉണ്ടാവണം. അവനവനോട് അനുകമ്പയുള്ളവർ മാത്രമേ നന്ദി പ്രകാശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവനവനോട് അനുകമ്പയുള്ളവർ മാത്രമേ ഈ നമ്മളുടെ വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം അവനറിയാം, എനിക്ക് എന്നെ അറിയാമെങ്കിൽ എനിക്ക് സംഭവിക്കുന്നതെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നാളെ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ അവനപ്പം അറിയാം, ഓ അതിന് എന്ത് ചെയ്യിക്കുന്നു, എനിക്കിതൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല. ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയ സംഭവമാണ്. അതായത് നമ്മുടെ സെൽഫ് കമ്പാഷൻ, സെൽഫ് ലവ് ഉള്ളവർക്ക് കഷ്ടപ്പാടുകൾ നേരിടാൻ വളരെ എളുപ്പമാണ്. അവർക്ക് അത് വലിയ വിഷയമായിട്ട് കാണുകയില്ല. കാരണം അപ്പോഴേക്കും അവർ ഉയർന്നു കഴിയും. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ അന്നേരം അവർ അതിനനുസരിച്ച് സാഹചര്യത്തിന് ഉയരുക എന്ന് കേട്ടിട്ടില്ലേ? സാഹചര്യത്തിനനുസരിച്ച് ഉയരുക തന്നെ ചെയ്യും. മല്ലിക, അവിടെ മഴക്കാറുണ്ടെങ്കിൽ സാഹചര്യത്തിന് ഉയരൂ. നിങ്ങൾ രണ്ട് ചെവിയും കൂർത്തു വെച്ച് കഴിഞ്ഞാൽ നെറ്റ് കട്ടായാലും ഞാൻ പറയുന്നതൊക്കെ കേൾക്കോട്ടോ. അതിനുവേണ്ടി ആ സാഹചര്യത്തോട് ചേർന്ന് നിൽക്കാതെ ഈ സാഹചര്യത്തോട് ചേർന്ന് നിൽക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കഷ്ടപ്പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെയും പറഞ്ഞ ഉദ്ദേശത്തിലാണ്. മഴക്കാറുണ്ട്, ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് സാറേ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞ് കേൾക്കുന്നില്ല എന്നായി പറഞ്ഞു. വീണ്ടും അവിടെ ഇപ്പൊ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസിറ്റീവ് സൈക്കോളജി ഇപ്പൊ അപ്ലൈ ചെയ്യാവുന്നതാണ്. എനിക്ക് എന്തുണ്ടെങ്കിൽ എനിക്ക് കിട്ടാനുള്ള കിട്ടും എന്ന് പറയാം. അരമണിക്കൂറായി, ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു. അപ്പൊ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയുള്ളത് സെൽഫ്. പിന്നെ നമ്മൾ ഡോപ്പമിന്റെ കാര്യമാണ്, ഹോർമോണിന്റെ കാര്യമാണ്. ഹോർമോൺ നമുക്ക് എങ്ങനെ ബാലൻസ് പെടുത്തുന്നത്, ഹാപ്പിനെസ്, ജേർണി ടു ഹാപ്പിനെസ് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അമിതമായ ഡിജിറ്റൽ ഉപയോഗം അല്ലെങ്കിൽ ഡോപ്പമിൻ ലെവലിൽ നമ്മൾ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. ഈ സാധനം ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് കൂടുമോ കുറയുമോ? ഒരാളെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സ്ട്രെസ് കുറച്ചവരുണ്ടെങ്കിൽ എന്നോട് പറയണേ. ഞാൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ റീൽസുകളും മറ്റെല്ലാം കണ്ടിട്ട് എന്റെ സ്ട്രെസ് ലെവൽ കുറഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഒരു അവാർഡ് കൊടുക്കാനുണ്ട്. അപ്പോ ഫോണും സോഷ്യൽ മീഡിയയൊക്കെ കുറച്ച് ഉപയോഗിക്കുക. അങ്ങനെ മാനസികമായ ഈ പിരിമുറുക്കത്തെ ഒഴിവാക്കുക എന്നും മാത്രം ഓർപ്പിച്ചിട്ട് ഞാനിത് പറഞ്ഞതിന്റെ ഉദ്ദേശത്തിലാണ്. നാളെ രാവിലെ 5:30 മണിക്കാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ഒരു മെഡിറ്റേഷൻ ഫുള്ളായിട്ട് ഒരു 1 hour മെഡിറ്റേഷൻ ചെയ്യുന്നത് നാളെ രാവിലെ 5:30 മണിക്കാണ്. അപ്പൊ ജോയിൻ ചെയ്യുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. സൺഡേ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കുക. അതിൽ പഠിക്കുക, അത് മനസ്സിലാക്കുക. ശരിക്കും മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ നന്ദി പറയുന്നുണ്ടല്ലോ തോന്നുന്നുണ്ടാവും, വെറും തോന്നല് മാത്രമാണത്. യഥാർത്ഥത്തിൽ
ചെയ്യുന്നില്ല എന്ന് പറയും. ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ കിടക്കുന്ന 200 ആൾക്കാരും ഇപ്പൊ താങ്ക് യു സാർ എന്ന് ടൈപ്പ് ചെയ്യും. 210 ആൾക്കാരും താങ്ക് യു സാർ ടൈപ്പ് ചെയ്യും. പക്ഷെ അതിനകത്ത് ഇമോഷൻ എന്ന് പറയുന്ന സാധനം കടക്കുന്നവർ വളരെ കുറവായിരിക്കും. അത് ഇപ്പൊ ചിലപ്പോൾ എന്നോട് പറയുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, യാതൊരു തർക്കമില്ല. കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്നോട് സന്തോഷപൂർവ്വം നൽകും. പക്ഷെ ഇത് എത്ര സ്ഥലത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേക്കണം. ഇതേ പോയിട്ട് നിങ്ങൾ ഇതേ സംബന്ധിച്ച് വെച്ചിട്ട് ഒന്ന് ഭർത്താവിനോടോ ഭാര്യയോടോ ഒന്ന് താങ്ക് യു പറയാൻ നോക്കുമ്പോൾ അറിയാൻ ഒരു പിടുത്തം. ആ പിടുത്തമാണ് യഥാർത്ഥ നമ്മളെ പിടിക്കുന്ന പിടുത്തം, അല്ലെ? കുടുംബത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുട്ടികൾ അവങ്ങളോട് എത്ര കുട്ടികള് പരസ്പരം അച്ഛനമ്മമാർ കുട്ടികളോട് താങ്ക് യു പറയുന്നു, കുട്ടികൾ അച്ഛനമ്മയോട് താങ്ക് യു പറയുന്നു എന്ന് അറിയുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഒന്നുമില്ല, വളരെ എളുപ്പം പറയാം. അയൽവാസിയോട് ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയാം, ഡേ താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ അറിയാം ഇവിടെ ഒരു സാധനം എവിടെയോ പിടിച്ച് നമ്മളെ നിർത്തുന്നുണ്ടെന്ന് മനസ്സിലാവും. വെറുതെ പറഞ്ഞാൽ മതി, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കോളൂ, പറ്റില്ല എന്ന് പറയും. ഇത് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അർഹതയുള്ളവർക്ക് കൊടുക്കാവൂ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇത് ഏതവനാണ് ഇതിന് അർഹതപ്പെട്ടത് താങ്ക് യു പറയാൻ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ എല്ലാത്തിനും നിറഞ്ഞു നിൽക്കാൻ സെൽഫ് ലവ്. അത് ഞാൻ പറഞ്ഞ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിരിക്കണം. സ്നേഹം അൺകണ്ടീഷണൽ ആക്കാൻ എത്ര പേർക്ക് പറ്റും? എത്ര ആൾക്കാർക്ക് സ്നേഹം അൺകണ്ടീഷണൽ ആക്കാൻ പറ്റും? അത് വലിയ ചോദ്യമാണ്. അൺകണ്ടീഷണൽ ആക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ സമസ്ത മേഖലയിൽ ഉയരാൻ പറ്റൂ. അൺകണ്ടീഷണൽ ആക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. മുമ്പിൽ നിൽക്കുന്നത് ആണായാലും പെണ്ണായാലും വയസ്സായാലും കുഞ്ഞായാലും കുട്ടിയായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഒരേപോലെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അൺകണ്ടീഷൻ. അത് പശുവായാലും കിടാവായാലും വാഴയായാലും എന്തായാലും ഒരേ മനസ്സോടെ അതിനെല്ലാം ഉള്ളൊന്ന് കാണാൻ സാധിക്കുക. കാണാൻ മാത്രമല്ല, അതിനോട് അതുപോലെ പെരുമാറാൻ സാധിക്കുന്നതിനാണ് അൺകണ്ടീഷണൽ ലവ് എന്ന്. അത് ആണ് സ്പിരിച്വാലിറ്റി ഫസ്റ്റ് പോയിന്റ് എന്ന് എനിക്ക് പറഞ്ഞു. അത് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ആരോടും ഗ്രാറ്റിറ്റ്യൂഡ് നൽകാൻ പറ്റും. എന്ത് കിട്ടിയാലും ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ സ്റ്റേജിലേക്ക് ഉയരാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പുകളാണ് ഇവിടെ മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത്. മെഡിറ്റേഷൻ നിത്യ അഭ്യസം. ഞാൻ എപ്പോഴും പറയണം, ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എ പ്രാക്ടിക്കൽ മെഡിറ്റേഷൻ മാത്രമാണ്. ഓരോ സ്റ്റെപ്പുകൾ കയറി വേണം അത് പോകാനായിട്ട്. അപ്പോൾ മാത്രമേ അൾട്ടിമേറ്റ് മെഡിറ്റേഷൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഓപ്പൺ പോലുള്ള മെഡിറ്റേഷൻ, നമ്മളെ 2020 മെഡിറ്റേഷൻസ്, അതൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോ ഈ വരാൻ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, ഇനി ഫൊർഗീവ്നെസ് മെഡിറ്റേഷൻ വേറെ വരാണ്ട്. ഞാൻ ഒപ്പനൊപ്പനം അല്ലാതെ ഫൊർഗീവ്നെസ് മെഡിറ്റേഷൻ കൊണ്ട് വേറെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തമായ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ വരുന്നുണ്ട്, വിഭാസന മെഡിറ്റേഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തിനാന്ന് വെച്ചാൽ ഓരോ തലങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിന് നിർമ്മലമാക്കി നിർത്തുമ്പോൾ മാത്രമേ അടുത്ത തലങ്ങളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. കളിമണ്ണ്, അതായത് നമ്മൾ ചെളികൾ നിറഞ്ഞ ചളികൾ നിറഞ്ഞ ഇതിൽ നിന്നും ഏത് പുഷ്പത്തെ എടുത്താലും ഏത് താമര എടുക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല. അത് എടുത്ത് വീട്ടിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീലിങ്സും ആ ചളിയിൽ നിന്ന് അതിനെ പറിച്ചെടുക്കുന്ന ഫീലിങ്സും രണ്ടാണ്. താമരയാണെന്ന് പറഞ്ഞിട്ട് ശുദ്ധമായി ആ വെള്ളത്തിൽ പോയി കഴിഞ്ഞ വെള്ളത്തിൽ പോയി എടുക്കാറില്ല. എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഫീലിങ്സ് ഉണ്ടാവും. അതേപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നൽകിക്കൊണ്ട് ക്ലിയർ ചെയ്യണം, നമ്മുടെ മൈൻഡിനെ ക്ലാരിറ്റി വരുത്തണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും പറയുക, പ്രാക്ടീസ് ഇന്ന് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. നാളത്തെ ഒരു ഞായറാഴ്ച നാളത്തെയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ റെക്കോർഡിങ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും അത് തുടരാം. അത് നമ്മളെ ചേരുന്ന ആൾക്കാരുടെ അവരോട് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവർ പബ്ലിക്കിൽ ഡിസ്കസ് ചെയ്യുന്നില്ല കാര്യം. ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർ ഇന്ന് തന്നെ നിങ്ങൾക്ക് വെറും 444 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നാളെ യൂട്യൂബ് കാണുന്നവർക്ക് ഇല്ലാട്ടോ. ഇന്നാണ് രാവിലെ സൺഡേ മോർണിംഗ് ആണ് മെഡിറ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് കാണുന്നവർ കണ്ടവരുണ്ട്, ജോയിൻ ചെയ്തോളൂ. ഇവിടെ ക്ലാസ്സിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോകുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ 2 മിനിറ്റ് തരും. ഇത് ദയവ് ചെയ്ത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കരുത്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ദയവ് ചെയ്ത് സമയത്ത്. കാരണം 4, 5, 6 മിനിറ്റ് ഒക്കെ വോയിസ് ഒക്കെ അയച്ചാൽ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴേക്കും എന്റെ പണി നടക്കില്ല. കാരണം ഇത് കഴിഞ്ഞ അടുത്ത ക്ലാസ്, അത് കഴിഞ്ഞ അടുത്ത ക്ലാസ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. അത് ഇച്ചിരി ഉറങ്ങണം. ഉറങ്ങിയപ്പോൾ നേരെ രാവിലെ എഴുതിയിട്ട് അടുത്ത മെഡിറ്റേഷനായി, പിന്നെ ഓഫീസിൽ പോകാനായി. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യം. ഇനിയിപ്പോ അതിന് വേണ്ടിയിട്ട് സെക്രട്ടറിമാരെ വെക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഓക്കെ, ശരി. അപ്പൊ അതുകൊണ്ട് ചോദിക്കാനുള്ള ഞാൻ സാഹചര്യം ഇവിടെ തരുന്നുണ്ട്. കൺവേർട്ട് ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചു. അല്ലെങ്കിൽ പിന്നെ അഡ്മിനെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമയം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് ഇപ്പൊ ചോദിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പി ന്യൂസ് പറയണ്ടേ അതുവാ.
ഇന്ത്യൻ ടൈമാണ്, ശരി. ഇന്ത്യൻ ടൈം 5:30 രാവിലെ 5:30. നമ്മൾ എല്ലാ ദിവസവും ഉള്ള മെഡിറ്റേഷൻ ആണ്. സൺഡേ മെഡിറ്റേഷൻ ലീവാണ്. അതിന് പകരം ഈ സൺഡേ ഇത് വെച്ചെന്ന്. കാരണം പിന്നെ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ പറഞ്ഞത്. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറയേണ്ടത് അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴാണ്. ദ ഏർലി മോർണിംഗ് വെൻ യു ഗെറ്റ് അപ്പ് ഫ്രം ബെഡ്. നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പോകേണ്ടത്. നമുക്ക് പല പ്രാർത്ഥനകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ കാരാഗ്രേ വസതി ലക്ഷ്മി കാരമധ്യേ സരസ്വതി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. അപ്പം അത്തരം അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്കെ അൺമ്യൂട്ട് ചെയ്യാണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് എൻഡ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. സാർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പൊരുത്തക്കേട് ചോദിക്കരുത് സജീവേ, നേരെ ചോദിക്കും. പൊരുത്തക്കേടല്ല സാർ, എന്റെ ഒരു ഡൗട്ടാണ്. പിന്നെ ഒരാൾ നമ്മുടെ കടയിൽ വന്നിട്ട് പൈസ എപ്പോഴും കടം ചോദിക്കും. ഞാൻ കൊടുത്തിട്ടുണ്ട്, പല പ്രാവശ്യം ചോദിക്കും. പക്ഷെ കൊടുത്ത കാശ് തിരിച്ചു കിട്ടാനുമല്ല, അതെനിക്കറിയാം. കാരണം പല പ്രാവശ്യം കൊടുത്ത കാശ് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പോട്ടെ, ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നുമില്ല. പിന്നെ ആള് പറഞ്ഞിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഞാൻ പറഞ്ഞാൽ അത് നെഗറ്റീവായി പോയി. ഇല്ല എന്ന് ഞാൻ എങ്ങനെ പറയും? അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടല്ലോ നിങ്ങളിൽ. ഇന്ന് ഞാൻ പറഞ്ഞു സാർ, എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കരുത് പറഞ്ഞു. ഉണ്ടല്ലോ നിങ്ങളിൽ കൊടുക്കാൻ. അല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു സാറേ, ഇനി എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കരുതെന്ന് പറഞ്ഞു. പൈസ ഇങ്ങനെ ചോദിക്കരുതെന്ന് പറഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ എനിക്ക് അതേ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ എത്രയും ചെല്ലു ഞാൻ ഇല്ല എന്ന് പറയും. എനിക്ക് സാറിനോട് പറയണം കുറെ ദിവസം കൊടുക്കുന്ന ആളോട് വിചാരിക്കുന്നേ. പക്ഷെ ഇപ്പോഴാണ് പറയാൻ പറ്റിയത്. നോക്കൂ, സിമ്പിൾ ആണ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ സജീവ്, മ്യൂട്ട് ചെയ്തോ. ഓക്കെ സാർ. സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഒരാളെ ആ കടം കൊടുത്താൽ നിങ്ങൾക്ക് അയാൾ ശത്രുവാകുമോ മിത്രമാകും, ഇതാണ് തീരുമാനം. ആ തീരുമാനത്തിന് മുകളിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാം. ഇന്നേ വരെ നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുത്തിട്ട് മിത്രമാക്കാൻ പറ്റിയിട്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. മിത്രത്തെ കിട്ടാൻ വേണ്ടി നിങ്ങൾ കൊടുത്തിട്ട് 10 പ്രാവശ്യം കൊടുത്തിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇല്ല എന്ന് പറഞ്ഞാൽ 11ാമത്തെ പ്രാവശ്യം അയാൾ ശത്രുവായി മാറും. ഇത് കോമൺ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിൽ ആരും വ്യത്യസ്തരല്ല. അപ്പോൾ നമ്മൾ 10 പ്രാവശ്യം കൊടുത്തതും പോയി 11ാം പ്രാവശ്യം കൊടുക്കാം. ഒന്നിക്കിൽ 10 പ്രാവശ്യം കൊടുത്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിന് വിഷയമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇനി ഞാൻ കൊടുക്കണോ, കൊടുത്ത് തെറ്റായോ എന്നൊന്നും ചോദിച്ചേക്കരുത്. കൊടുക്കുകയാണ് കൊടുത്തുകൊണ്ടേയിരിക്കുക. കൊടുക്കുന്നില്ലേ, ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ബലൂണുകാരന് സംഭാവന കൊടുത്ത ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ സംഭവിച്ച. അതേപോലെ ആയിരിക്കും ജീവിതം. അതുകൊണ്ട് കൊടുക്കണോ കൊടുക്കണേ തീരുമാനിക്കുക നിങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നേ വരെ കടം കൊടുത്തിട്ട് ഒരു സുഹൃത്തിനെയും ഒരാളും സമ്പാദിച്ചിട്ടില്ല. ബാക്കിയുള്ള തീരുമാനം നിങ്ങളുടേതാണ്. ഓക്കെ, താങ്ക് യു. Anybody else? 11:11 ടെക്നിക്ക് ഇന്ത്യൻ ടൈം ചെയ്യാമോ? ഞാൻ കുവൈറ്റിലാണ്. കുവൈറ്റിൽ 11:11 ഇല്ലേ? കുവൈറ്റിൽ 11:11 ഉണ്ടല്ലോ അനിത. കുവൈറ്റ് തന്നെ ചെയ്യൂ. ഇന്ത്യൻ സമയത്ത് വെച്ചിട്ട് എങ്ങനെ കുവൈറ്റിൽ ചെയ്യാ? ആ കുവൈറ്റ് സമയത്ത് തന്നെ ചെയ്യണ്ടേ? അതിന് പകരം 10:10 ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ വേറൊരു ടെക്നിക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. 888 ഒരു പുതിയ ടെക്നിക്ക് വരുന്നുണ്ട്, വ്യത്യസ്തമാണ്. 8:8 ചെയ്യുന്നത്. ഓക്കെ, ശരി. താങ്ക് യു വെരി മച്ച്. അപ്പൊ പോവാം. ഓക്കെ, ശരി എന്നാലേ. അപ്പൊ ആരെങ്കിലും തൃശ്ശൂർ പ്രോഗ്രാം വീണ്ടും പറയാൻ മറന്നുപോയി. നമ്മൾ ക്ലാസ്സിനെ പറ്റി ഒന്നും പറയുന്നില്ല ഇപ്പൊ. ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ പ്രോഗ്രാമിന് ബുക്ക് ചെയ്യുന്നവര് മുമ്പേ ബുക്ക് ചെയ്യുന്ന ഞാൻ അവർക്ക് പറഞ്ഞത് മെസ്സേജ് മുമ്പേ ബുക്ക് ചെയ്യുക. കാരണം ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ബുക്ക് ചെയ്ത് അവസാന നിമിഷത്തിൽ കയറി വന്നവർക്ക് ആ സാധനം കിട്ടില്ല. കാരണം ഇപ്പൊ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അത് ഓർഡർ ചെയ്യാൻ, ബൈ പോസ്റ്റ് വഴി ഓർഡർ ചെയ്ത് വരുത്തുന്ന ഒരു പ്രത്യേക എനർജി ഉള്ള ഒരു സാധനമാണ്. അത് അന്ന് അവിടെ നൽകും. അതിന് വേണ്ടിയിട്ട് പിന്നെ അതുകൂടാതെ മറ്റൊരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പ്രോഗ്രാമിന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സെലിബ്രിറ്റിമാരുണ്ടാകും. അതുകൊണ്ട് പിന്നെ പറയരുത്, അയ്യോ ആ സെലിബ്രിറ്റി ഒന്ന് കാണാൻ പറ്റിയ ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് പറയരുത്. സെലിബ്രിറ്റി ഉണ്ടാവും, നമ്മളെ വേദിയിലുണ്ടാവും. ഏറ്റവും അനശ്വരമായ ഒരു പരിപാടിയായിട്ട് അത് മാറും. അത് നിങ്ങൾക്കും എനിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്ന സെലിബ്രിറ്റിമാർ അവിടെ ഉണ്ടാവും. അത് അവർ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ടാവും. അത്രയും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ക്ലാസ്സിന്റെ സമയമാണ്.
അതുകൊണ്ട് പിന്നെ തോന്നിക്കരുത് അയ്യോ അവരെ കൂടെ ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റിയിരുന്നു, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നു തോന്നരുത്. അത് അത്ര വാല്യൂ ഉള്ള സെലിബ്രിറ്റിയാണ്. വെറുതെ സാധാരണ അവിടെ ഇവിടെ കാണുന്ന സെലിബ്രിറ്റികളല്ല, അത്രയും സമൂഹത്തിൽ വാല്യൂ ഉള്ളവരാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ശരിയാണെങ്കിൽ അവരവിടെ ഉണ്ടാവും. അതിനുവേണ്ടി പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകമായ ഒരു ടെക്നിക്കും പ്രത്യേകമായ ഒരു സാധനവും അതിനു വേണ്ടിയുള്ള സാധനവും ഓർഡർ ചെയ്യാണ്ട് അത് പുറത്തുനിന്ന് വരുത്താനുള്ളതാണ്. അതുകൊണ്ട് മുമ്പേ ഓർഡർ ചെയ്ത് അറ്റ്ലീസ്റ്റ് 25-ാം തീയതി 26-ാം തീയതി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. കാരണം അതിനുശേഷം എനിക്ക് 10 ദിവസം അത് വരാനും അതിനെ പാകപ്പെടുത്താനും ആവശ്യമാണ്. അപ്പൊ 27-ാം തീയതി ആയിരിക്കും ആ സാധനം നമുക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ അത്രയും സീറ്റ് നമ്മുടെ സീറ്റിലുള്ളത് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അയക്കാം. അത് പേയ്മെന്റ് അടച്ചു, ഞാൻ പറഞ്ഞില്ല, ഫുൾ പേയ്മെന്റ് അടച്ചവർക്ക് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സീറ്റ് റിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, ഇനിയും സമയം എടുക്കരുത്. നാളെ ആവട്ടെ അല്ലെങ്കിൽ നാളെ ആവട്ടെ, എന്താ പറയാ, നമ്മുടെ സാധാരണ മറ്റൊരു ചൊല്ലുണ്ട്, കുമാരനാശാൻ ഇതിൽ പറഞ്ഞില്ലേ, എന്താണ് ആ കവിത, മറന്നുപോയി. സമയമായില്ല പോലും എന്ന് പറഞ്ഞാൽ അവസാനം മകാൻ വന്ന് തിരിച്ചു പോകുന്നത് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അവസ്ഥയിലാവും. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദുഃഖമൊന്നുമല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഞാനൊരു സന്ദർഭവശാൽ പറഞ്ഞു. നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ കാണാം, അത്രേ ഉള്ളൂ. ഈ പ്രോഗ്രാം കണ്ടെങ്കിൽ അടുത്ത പ്രോഗ്രാം കാണാം. പറ്റുന്ന ശ്രമിച്ചു നോക്കുക. നേരത്തെ ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും ഉണ്ട്. ബുക്ക് ചെയ്യാത്തവര് എനിക്ക് കിട്ടാൻ 1-2 ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ഇന്നത്തെ സെഷൻസ് അവസാനിപ്പിക്കുന്നു. ബാക്കി ക്ലാസ്സുകൾ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറയാൻ മറന്നുപോയി. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ പുതിയ ബാച്ച് 25th സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടില്ല നിങ്ങൾ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ പുതിയ ബാച്ച് 25th സ്റ്റാർട്ട് ചെയ്യും. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തുകൊള്ളുക എന്ന് മാത്രം ഓർമ്മിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാം, ചോദിച്ച് മനസ്സിലാക്കാൻ ഇപ്പോൾ സമയം പരിമിതി ഉള്ളത് കൊണ്ട് ഈ ക്ലാസ്സുകളെ പറ്റിയൊക്കെ ഞാൻ പോസ്റ്റുകളൊക്കെ ഇറക്കുന്നുണ്ട്. അതൊരു പോസ്റ്റ് നോക്കി നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഞാൻ യൂട്യൂബിൽ അങ്ങനെ അധികം പറയുന്ന കുറവാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി, ശുഭനിദ്ര. താങ്ക് യു.